ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു NJ ടേസ്റ്റി വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു കുത്തി ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുത്തി ചപ്പാത്തി തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 ചപ്പാത്തിയാണ് എടുത്തേക്കണേ. ഇപ്പോൾ ഞാൻ തലേദിവസം രാത്രി വെച്ചതിൽ ചപ്പാത്തി ഉണ്ടാക്കിയതിൽ ബാലൻസ് വന്നേക്കണം ഒരു 3 ചപ്പാത്തിയാണ് എടുത്തേക്കണത്. ഇനി നമുക്ക് നല്ലോണം ചെറുതായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ രാത്രി തന്നെ ഇത് ചെറുതാക്കി മുറിച്ചൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ജോലിക്കൊക്കെ പോകണവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഇതേപോലെ ചെറുതായിട്ട് മുറിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ മുറിക്കണമെന്നുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ചപ്പാത്തി നല്ലോണം മുറിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് കുത്തി ചപ്പാത്തി ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ചപ്പാത്തിയാണ് ഞാൻ രാത്രി അരിഞ്ഞു വെച്ചിട്ട് ഇതേപോലത്തെ ഒരു ബോക്സിൽ അടച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സബോള, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, ഒരു ചെറിയ സൈസ് തക്കാളി, അതുപോലെ തന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന സബോള, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് സബോളയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോളയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമുളകൊക്കെ നല്ലോണം മാറി നല്ലോണം വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചേക്കണം നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിവിടെ എടുത്തേക്കണേ. ഈ തക്കാളിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും സബോളയും പച്ചമുളകും ഒക്കെ നമുക്ക് നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിതിലേക്ക് 1 സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കണേ. ഗരം മസാല ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നമുക്ക് നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെച്ചേക്കണം മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തേക്കണം. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇത് ഇളക്കി കൊടുത്ത് മുട്ട നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ സബോള ചേർത്തപ്പോൾ ഉപ്പ് ഇട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ മുട്ട ചേർക്കണേക്കാളും മുമ്പ് ആ ഗ്രേവിയുടെ ഒന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പ് എങ്ങനെയാണ് കറക്റ്റാണോ എന്നൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഇളക്കി മുട്ട നല്ലോണം നമുക്ക് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ മുട്ട നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരിവായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചേക്കണം നമ്മുടെ ചപ്പാത്തി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ചപ്പാത്തിയും മുട്ടയും ഒക്കെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ചപ്പാത്തിയും അതുമെല്ലാം നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തി ഓൾറെഡി വെന്തതാണ്, എന്നാലും ഇതൊന്നൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് 2 മിനിറ്റ് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നാലാണ് ആ ചപ്പാത്തിയും മുട്ടയും എല്ലാം കൂടിയിട്ട് നല്ലോണം യോജിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കൊത്തു ചപ്പാത്തി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചപ്പാത്തി ഒന്നും കൂടി നല്ലോണം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയില ഓപ്ഷണലാണ്, അത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൊത്തു ചപ്പാത്തി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും അല്ലെങ്കിൽ 4 മണിക്കും ഒക്കെ നമുക്കിത് കഴിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ തലേദിവസം രാത്രി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാലൻസ് കളയേണ്ട, നമുക്ക് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അത് യൂസ് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.